അമേരിക്കയിൽ വെച്ച് നടന്ന ഒരു ഇൻസിഡന്റ് ഞാൻ പറയാം. എനിക്കൊരു ഒരു വലിയ വിഷമം ഉണ്ടാക്കിയൊരു കാര്യമാണ്. ദുരനുഭവം എന്ന് പറയാം. അതായത് ഞാൻ മൺസൂൺ ഡ്രീംസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഞങ്ങളൊരു 15 അംഗ സംഘം അമേരിക്കയിൽ പോയി വർഷങ്ങൾക്ക് മുമ്പ്. അവിടെ ജാസി ഗിഫ്റ്റ്, കോട്ടയം നസീർ, റോമ, പിന്നെ ഇവിടുത്തെ അശോക്, ഷോ ഓർഗനൈസർ അശോക്, ഇങ്ങനെയുള്ള നിരവധി ആൾക്കാർ അവിടെ പോയത്. താരസംഘമുണ്ട്. അതിൽ മാജിക് ഷോ, മജിഷ്യൻ സാമ്രാജ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുന്നത് എല്ലാം ബ്രോഷറിനകത്ത്. അപ്പോൾ എല്ലാം എനിക്ക് 15 സ്റ്റേജാണ് ഞങ്ങൾക്കുള്ളത്. എന്താണ് 15 സ്റ്റേജ്. ലാസ്റ്റ് പ്രോഗ്രാം ഞങ്ങൾക്ക് ഡാലസിൽ വെച്ചായിരുന്നു. 15ാമത്തെ ഷോ ഡാലസിൽ പ്രോഗ്രാം ചെയ്യും. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ഫ്ലൈറ്റ് ഇറങ്ങി. അവിടെ ചെന്ന് ഹോട്ടലിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹോട്ടലിൻ്റെ കൗണ്ടറിൽ ഒരു വലിയ ബോർഡ് വെച്ചേക്കുന്ന അവിടെ ഒരു എന്താ പറയാ, ഒരു നോട്ടീസ് ബോർഡ്. അതിൽ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഞങ്ങൾ ബ്രോഷർ കാണാം. നോക്കിയപ്പോൾ എന്താണ്, ഞങ്ങൾ മൺസൂൺ ഡ്രീംസിൻ്റെ എല്ലാവരും പടമുണ്ട്. ശരിക്കും ഏറ്റവും മുകളിൽ എൻ്റെ പടം, മനസ്സിലായി, മജിഷ്യൻ സാമ്രാജ് വരുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് കാണുന്നില്ല. ബാക്കി എല്ലാവരും ഉണ്ട്. എൻ്റെ ആ ഫോട്ടോ അവിടെ ഗോപിനാഥ് മുതുകാടിന്റെ പടം. അതെങ്ങനെ സംഭവിച്ചു? ആള് മാറിപ്പോയോ? എനിക്കറിയില്ല. താങ്കളെ ബുക്ക് ചെയ്തല്ലേ കൊണ്ടുപോയത്? തീർച്ചയായിട്ടും. ഞങ്ങൾ ഈ 14 പ്രോഗ്രാമുകൾ ഒരുമിച്ചാണ് ചെയ്തത്. അപ്പൊ ലാസ്റ്റ് അത് ഫൊക്കാനയുടെ പ്രോഗ്രാം ആയിരുന്നു. ഡാലസ് വെച്ചായിരുന്നു ലാസ്റ്റ് ആ പ്രോഗ്രാം. ഇത് കാണും ഞാൻ ആകെ ഞെട്ടിപ്പോയി. ഒരു വിഷമം പോലും, ഇത് ആരാ ഇതിങ്ങനെ ചെയ്തു? 14 എണ്ണത്തില് താങ്കൾ നടത്തിയും 15ാമത്തേല് എന്റെ ഷോ ഷോയും. അതായത് നമ്മുടെ ഈ അശോകും അല്ലെ ഷോ ഓർഗനൈസർ ഇവരെല്ലാം ചെന്നിട്ട് ഇതിന്റെ ഓർഗനൈസ് ഈ ഫൊക്കാനയുടെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, സോറി അതങ്ങനെ സംഭവിച്ചു പോയി. അത് ഞങ്ങൾ ഞങ്ങളും മുതുകാട് ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊരു വരുന്നതിന് മുമ്പ് ഒരു എഗ്രിമെന്റ് വെച്ചിരുന്നു. അദ്ദേഹം ഒരു ഡിമാൻഡ് വെച്ചിരുന്നു. ഞാനല്ലാതെ നിനക്ക് അന്യദൈവം ഉണ്ടാകരുതെന്ന് ബൈബിളിൽ പറയുന്ന പോലെ ഞാനല്ലാതെ ഇവിടെ മറ്റൊരു മജിഷ്യൻ ഉണ്ടാകാൻ പാടില്ല എന്ന്. അതങ്ങനെ ഒരു മജിഷ്യൻ ഉണ്ടായാലും എന്താ കുഴപ്പം? അല്ല, അത് ഗസ്റ്റ് ആയിട്ടല്ലേ. ഇവിടെ വേറൊരു മജിഷ്യൻ ഉണ്ടെങ്കിൽ ഞാൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അയ്യോ നിങ്ങളും ഉണ്ടോ ഇവിടെ എന്ന് പറയും. ഇത് ഉണ്ടാകാൻ പാടില്ല എന്ന് പറയും. ഓർക്കുക, സതീഷ് ബാബു പയ്യന്നൂർ അന്ന് ആ ഫൊക്കാനയുടെ സമ്മേളനത്തിന് വന്നിട്ട് ഇന്ന് അദ്ദേഹമില്ല. ഈസ് നോ മോർ. ഒരു 3 വർഷം മുമ്പ് അദ്ദേഹം 2 വർഷം മുമ്പ് മരിച്ചുപോയി. നല്ലൊരു എഴുത്തുകാരൻ, സാഹിത്യകാരനാണ് അദ്ദേഹം. കോട്ടയം നസീർ, അതുപോലെ ജാസി ഗിഫ്റ്റ്, ഇവരെല്ലാം പോയി ശ്രീ മുതുകാടിന് അടുത്ത റൂമിലാണ് അദ്ദേഹം താമസിച്ചിട്ട് ചെന്ന് റിക്വസ്റ്റ് ചെയ്തു, പ്ലീസ് ഞങ്ങൾ ടീമായിട്ട് വന്നിരിക്കുന്ന സാമ്രാജ്യം മറ്റൊരു ചേർന്ന്, അതായത് റോമ എന്ന സിനിമാ നടിയെ ഉയർത്തി എയറിൽ ഇങ്ങനെ നിർത്തുന്ന വലിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഈ ഒരു ഇല്യൂഷനൊക്കെ ചെയ്യണമെങ്കിൽ സാമ്രാജ്യം ഉണ്ട്. നത്തിങ് ഡൂയിങ്. എന്താണ് നത്തിങ് ഡൂയിങ്? ഞാൻ ചോദിക്കുന്നത് ഇത്രമാത്രം മോട്ടിവേഷൻ, മറ്റുള്ളവരെ അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കുന്ന, ഈ വാചക കസത്തിലൂടെ സാരോപദേശം കൊടുക്കുന്ന ഗോപിനാഥ് മുതുകാട് എന്തുകൊണ്ട് എന്നോടുള്ള ഈ ദേഷ്യം ഒന്ന് മാറ്റിവെച്ചിട്ട് എന്നെ അവിടെ അനുവദിച്ചില്ല എന്നുള്ളതാണ്. ആ പ്രോഗ്രാം നടന്നില്ലേ? പ്രോഗ്രാം നടന്നു. സാമ്രാജ് എന്നെ ആ സ്റ്റേജിൽ കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞു. അറിയാം, ഇവിടെ ഞാൻ വളരെ വിഷമം തോന്നിയെന്ന് അവിടെ ആകെ. കാരണം അത് ഡിസോർഡർ ആയിരിക്കും. 14 പ്രോഗ്രാം ഞങ്ങൾ 1 മാസമായിട്ട് അവിടെ എല്ലാം കറങ്ങി അടിച്ചപ്പോൾ എന്നെ ഉൾപ്പെടുത്തുന്നില്ല. എന്താണ് ഞാൻ തെറ്റ് ചെയ്തത്? എന്ത് തെറ്റ് ചെയ്തു? അവിടാണ് ജലസി. അദ്ദേഹം പലപ്പോഴും മജിഷ്യൻ സാമ്രാജ്യം അസൂയാന്നുള്ളത്. ഇദ്ദേഹത്തിന് അസൂയ അല്ലേ? ഇദ്ദേഹം ഗസ്റ്റ് എന്ന് വരിക അവിടെ. അദ്ദേഹത്തിന് പ്രോഗ്രാം ഇല്ല അവിടെ. എനിക്ക് പ്രോഗ്രാമുണ്ട്. എന്റെ പ്രോഗ്രാം നശിപ്പിച്ചത്. ഇതാണ് ഗോപിനാഥ്, നിങ്ങൾ കാണുന്ന മുതുകാടിന്റെ മറ്റൊരു മുഖം. മനസ്സിലായി? എന്നിട്ട് ഞാൻ എൻ്റെ വിഷമം ഞാൻ സ്റ്റേജിൽ കയറി അവതരിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ഫൊക്കാന അവിടെ ഒരു ഇതിന്റെ മെമ്പേഴ്സ് എല്ലാം കാണുന്നുണ്ടാകാം. സംഘടന ഒരു കലയെയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയാണ് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു അനുഭവമാണ് ഇവിടെ ഉണ്ടായത്. കാരണം അത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കമ്മിറ്റിക്കാർക്ക് എല്ലാം അറിയാം. വലിയ വിഷമം തോന്നി. ഏതായാലും ഇനിയും മറ്റാർക്ക് ഇത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോയി.